ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ക്രോപ്പ് ടോപ്പ് കട്ട് ചെയ്യാനാണ്. അത് ഒരു 8 വയസ്സുള്ള കുട്ടിയുടെ അളവിലാണ് ഇന്ന് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇതിപ്പോൾ ഒരു മീറ്ററിൻ്റെ ഫാബ്രിക്കാണുള്ളത്. അത് ലൈനിങ്ങും 1 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 22 ചെസ്റ്റ് അളവാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് 22 ചെസ്റ്റ് അളവ് ഉള്ള ഒരാളിൻ്റെ ഇങ്ങനെ എത്ര വണ്ണം വേണമെന്ന് നോക്കാം. അപ്പോൾ 22നെ 4ആയിട്ട് ഭാഗിക്കണം. അപ്പോൾ 5.5 കിട്ടും. ആ 5.5യുടെ കൂടെ 1 ഇഞ്ച് ലൂസ് ഇടണം. അപ്പോൾ 6.5. 6.5യുടെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുക. അപ്പം 6 1 7.5. അപ്പോൾ 7.5യിൽ നമ്മൾ തുണി വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 7.5യിൽ നമ്മളിങ്ങനെ ക്ലോത്ത് എടുക്കണം. അപ്പോൾ അത്രയും വേസ്റ്റ് ആകത്തില്ല. അപ്പോൾ ഇത്രയുമാണ് വേണ്ടത്. ഇത് 7.5. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ലെങ്ത് എടുക്കുക. ഒരു 13 ഇഞ്ച് ലെങ്താണ് വേണ്ടത്. അപ്പോൾ 13ൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 15. അപ്പോൾ നമുക്ക് മടക്കി അടിക്കാൻ, ഞാനിവിടെ ഇങ്ങനെ മടക്കി അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ മടക്കി അടിക്കാൻ. അപ്പോൾ 2 ഇഞ്ച്. ഇനി ഇറക്കം വേണമെങ്കിൽ എപ്പോഴെങ്കിലും അഴിച്ചിടാമല്ലോ. അതിനുവേണ്ടി 15 ഇഞ്ച് ലെങ്തിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ 13ൽ ഞാൻ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഞാൻ സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. ഇനി ഷോൾഡർ 5 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ എടുക്കുന്നത്. 22 ചെസ്റ്റ് അളവ്. അപ്പോൾ 5.5. അപ്പോൾ 22ൻ്റെ 4 5.5. അപ്പം 5.5 ഇങ്ങനെ അടയാളപ്പെടുത്തി അതിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസ്, 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അങ്ങനെയാണ് 7.5 വന്നിരിക്കുന്നത്. അതിന് ശേഷം ഷോൾഡർ 5. വണ്ണമുള്ള കുട്ടികൾക്കൊക്കെ 5.5 വരെയൊക്കെ എടുക്കാം. ഇതിപ്പോൾ അധികം വണ്ണമില്ല, അതുകൊണ്ടാണ് 5 ഇഞ്ച് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കഴുത്തകലം എടുക്കാം. കഴുത്തകലം ഞാനൊരു 2.25 എടുക്കുന്നത്. 2.25. അതുപോലെ കൈക്കുഴിയും 5 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. അപ്പം ഇവിടെ ഈ 5 ഇഞ്ച് ഇങ്ങനെ നേരെ വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിങ്ങനെ ഒരു സ്ക്വയറായിട്ട് അടയാളപ്പെടുത്തുക. അപ്പോൾ ഈ 5ൻ്റെ പകുതി 2.5 ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു 1 ഇഞ്ച് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ. അപ്പോൾ ഇവിടെ എത്രയായിരുന്നു? 5.5 അല്ലേ? 5.5 ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചാൽ മതി. ഇനി കഴുത്തിൻ്റെ ഇറക്കം 3.5 ഫ്രണ്ട് കൊടുക്കുന്നത്. 3.5 ഇവിടെ അടയാളപ്പെടുത്തുക. ഇവിടെയും 2.25 അടയാളപ്പെടുത്തിയിട്ട് ഒരു സ്ക്വയർ വരക്കുക. ഇനി റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. ഇത് വെച്ച് ഞാൻ റൗണ്ട് നെക്ക് വരക്കുകയാണ്. ഇനി വേസ്റ്റ് ഇതിപ്പോൾ ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് അടയാളപ്പെടുത്താം. ഇവിടെയായിട്ട് അടയാളപ്പെടുത്തിയാൽ മതി. ഇടവണ്ണം എന്ന് പറയുന്നത് 21 ആണ്. അപ്പോൾ 21ൻ്റെ 4 കാണുക. അപ്പോൾ നമുക്ക് 5.25 കിട്ടും. 5.25 ഇവിടെ അടയാളപ്പെടുത്തുക. 1 ഇഞ്ച് ലൂസ് ഇടുക. പിന്നെ ബാക്കി തയ്യൽ തുമ്പ് 1 ഇഞ്ച്. ഇത്രയും തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ എത്രയാണ് എടുത്തത്? ആ സെയിം തന്നെ ഇവിടെയും നമ്മൾ കൊടുക്കുവാണ്. ഇങ്ങനെ സ്റ്റിച്ചിങ് വരുന്നത് ഇങ്ങനെ വരും. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് അളന്ന് നോക്കുക. 11.5 ആം റൗണ്ട്. അപ്പോൾ 5.5 5.25. ഇവിടെ 5.25 ഉണ്ട്. പിന്നെ തയ്യൽ തുമ്പും ഉണ്ട്. കറക്റ്റാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ആയിട്ട് ഒന്ന് ചരിച്ച് കൊടുക്കുകയാണ്. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് ഇനി ഇത് വെച്ച് തന്നെ നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം. അത് സെയിം രീതിയിൽ തന്നെ തുണി ഇടുക. 2ആയിട്ട് മടക്കി ഇടുക. അതിനുശേഷം ഇതിങ്ങനെ വെക്കുക. അപ്പോൾ ഞാനിവിടെ സിബാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇങ്ങനെ ഇടുക. ഒരു 1/4 ഇഞ്ച്.
ഇങ്ങനെ 1/4 ഇഞ്ച് വേണേൽ അടയാളപ്പെടുത്തിയിട്ട് ഇട്ടാൽ മതി. സിബ് വെക്കാനുള്ളത് കൊണ്ടാണ്. അതിനുശേഷം ഈ സെയിം രീതിയിൽ തന്നെ ഇനി നമുക്ക് ഇത് ഫുള്ളും ഇങ്ങനെ ട്രേസ് ചെയ്തെടുക്കാം. ബാക്കിൻ്റെ നെക്ക് പിന്നീട് വെട്ടാം. അപ്പോൾ കഴുത്തിൻ്റെ അകലം വെച്ച് തന്നെ കട്ട് ചെയ്യണം. ഇവിടെയാണ് വരുന്നത്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ട് നമുക്ക് മാറ്റിയിടാം. എന്നിട്ട് ഇതിൻ്റെ നെക്ക് കൂടി കട്ട് ചെയ്യാം. സ്ക്വയറായിട്ട് വരക്കുക. ബാക്കും റൗണ്ട് തന്നെയാണ് ചെയ്യുന്നത്. സ്ലീവ്സ് ആണ് കട്ട് ചെയ്യേണ്ടത്. അതിന് മുന്നേ ഈ ഫ്രണ്ട് കൈക്കുഴി ഒരു തുള്ളി നമ്മളിവിടെ ഇങ്ങനെ ഒന്ന് കുറച്ച് ഇടിച്ച് വെട്ടണം. 1/4 ഇഞ്ച്. ഇനി ഈ ഫ്രണ്ട് മാറ്റിയിടാം. നമുക്ക് ഇനി ബാക്ക് പാർട്ട് വെച്ച് നമുക്ക് മെയിൻ ക്ലോത്ത് ഇതേപോലെ തന്നെ വെട്ടിയെടുക്കണം. അതിനായിട്ട് മെയിൻ ക്ലോത്ത് ഇങ്ങനെ ഇടാം. ഡിസൈനൊക്കെ നോക്കി വേണം നമ്മൾ ഇടാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് 4 ബാക്ക് പാർട്ട് വെച്ച് തന്നെ ഇത് കംപ്ലീറ്റ് കട്ട് ചെയ്യുവാണ്. നമുക്ക് എന്നിട്ട് നമുക്ക് ശരിയാക്കാം. അപ്പോൾ ഇതിങ്ങനെ താഴോട്ട് 2ആയിട്ട് മടക്കി ഇതിൻ്റെ ഇങ്ങനെ ഡിസൈൻ നോക്കി ചെയ്യുന്നതാണ്. അതിനുശേഷം ഇങ്ങനെ 4ആയിട്ട് മടക്കുക. ഇപ്പോൾ 1, 2, 4 അങ്ങനെ 4 പാർട്ടുണ്ട്. ഇനി ബാക്ക് പാർട്ട് എടുക്കുക. ഫ്രണ്ട് പാർട്ടല്ല, ബാക്ക് പാർട്ട് എടുത്ത് ഇതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് നെക്ക് കട്ട് ചെയ്യേണ്ട. ഇതിങ്ങനെ കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് ഇതിങ്ങനെ നേരെ കട്ട് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് കട്ട് ചെയ്യേണ്ട. കുറച്ച് കൂടുതലിട്ട് കട്ട് ചെയ്തോ. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കറക്റ്റായിട്ട് വെട്ടിയാൽ മതി. നെക്ക് കട്ട് ചെയ്യേണ്ട. തിരിച്ചിട്ടിട്ട് നമുക്ക് തയ്ക്കുമ്പോൾ കട്ട് ചെയ്താൽ മതി. ഇത് ബോഡി പാർട്ട് ഫുള്ള് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യണം. പക്കയാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇത് 2 ക്ലോത്ത് ഉണ്ട്. ഇത് 2 ക്ലോത്ത് ഉണ്ട്. ഇതിങ്ങനെ മടക്കിയിട്ട് ഇങ്ങോട്ട് മടക്കുക. അപ്പോൾ ഇതിപ്പോൾ 4 എണ്ണം ഉണ്ട്. 1, 2, 3, 4. അപ്പോൾ ഇതിങ്ങനെ 4ആയിട്ട് മടക്കുക. പഫ്കയാണ് വെക്കുന്നത്. ഒരു 5 ഇഞ്ചിൽ നമുക്ക് കട്ട് ചെയ്യാം. 5 ഇഞ്ച് എടുക്കുകയാണ്. താഴെയും മുകളിലും നമ്മൾ പ്ലീറ്റ് ഇങ്ങനെ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. താഴെയും ഇടുന്നുണ്ട്, മുകളിലും ഇടുന്നുണ്ട്. ഈ കുട്ടിയുടെ ആം റൗണ്ട് എന്ന് പറയുന്നത് 11.5 ആയിരുന്നല്ലോ. 11.5യുടെ പകുതി 5.25. 5.25. അപ്പോൾ 5.25ൻ്റെ കൂടെ നമ്മൾ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. അപ്പോൾ 7.25 കിട്ടും. അപ്പോൾ 7.25 നമുക്കിവിടെ വേണ്ടത്. ബാക്കിയാണ് നമുക്ക് പ്ലീറ്റ്സ് ഇടാനായിട്ട് ചുരുക്ക് കിട്ടുന്നത്. അപ്പോൾ 4 ഇഞ്ച് ചുരുക്ക് കിട്ടും. അപ്പോൾ നമ്മളിവിടെ 4 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തുക. താഴെയും ആ സെയിം തന്നെ. ബാക്കി നമുക്ക് ഇവിടെ ഇവിടെ 5 ഇഞ്ച് അടയാളപ്പെടുത്തുക. 5 ഇഞ്ച് നമ്മൾ ഇതിടാനായിട്ട് പഫിന് വേണ്ടിയിട്ട് ഇവിടെയും 5 ഇഞ്ച്. ബാക്കി മതി ഇതിന് വേണ്ടി. അപ്പോൾ ഇങ്ങനെ വെച്ച് ഇവിടുന്ന് നമ്മൾ ഇങ്ങനെയാണ് ഈ 5 ഇഞ്ചിൽ നമ്മൾ താഴോട്ട് 5 ഇഞ്ച് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അറ്റത്ത് വെച്ചിട്ട് 2.5 ഇഞ്ച് താഴോട്ട് വെച്ചിട്ട് ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇവിടെയും 5 ഇഞ്ചാണ് നമ്മൾ പ്ലീറ്റ്സ് ഇടാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പ്. അതിനുശേഷം ഇങ്ങനെ ചരിച്ച് വരക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്ലീറ്റ്സ് വരും. ഇവിടെയും അതുപോലെ പ്ലീറ്റ്സ് വരും. ഇവിടെ വരെ ഉള്ളൂ തയ്യൽ തുമ്പ്. ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതിവിടെ തേക്കാത്ത കൊണ്ട് തെന്നിപ്പോകുന്നു. അത് നമുക്കിവിടെ ഒരു പിന്ന് കൊണ്ട് കുത്തി വെക്കണം.
നമുക്ക് കട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ലൈനിങ് കൂടി ഇതേ സെയിം ആയിട്ട് കട്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കട്ടിങ്. ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ബാലൻസ് വന്ന തുണിയാണ്. 1 മീറ്ററിൻ്റെ ആവശ്യമൊന്നും ഇല്ല, 3/4 മീറ്റർ ആവശ്യമുള്ളൂ. അപ്പോൾ ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി ഇത് സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. ലെങ്ത് ആയി പോകുന്നു, അതുകൊണ്ടാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാം പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.